ഹായ് ഹലോ ഗൈസ്. ഇന്ന് നമ്മൾ ബേസിക് ഇലക്ട്രോണിക് സീരീസിൻ്റെ 10ാമത്തെ ടെസ്റ്റിലോട് വന്നിരിക്കുകയാണ്. 10ാമത്തെ ടെസ്റ്റിലാണ് വന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് റെസ്പോൺസ് ഒക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും കാണുക, അടിപൊളിയായിരിക്കുക. ഇന്നത്തെ വീഡിയോയിലാണ് പറയാൻ പോകുന്നത് വെച്ചാൽ ഒത്തിരി പേര് പറയാറുണ്ട് കമ്പോണൻസ് ഒന്നും കയ്യിലില്ല, കമ്പോണൻസ് ഒന്നും ഇല്ലാതെ അത് ചെയ്യാൻ പറ്റുമോ, പിന്നെ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ, കോഡ് ചെയ്യാൻ ലാപ്ടോപ്പ് ഇല്ല, ഇതൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. നമ്മൾ 10 ദിവസത്തിൽ ഇതന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിച്ചു വന്ന്. അപ്പോൾ അവർക്കൊക്കെയുള്ള വീഡിയോ ആണ്. ലാപ്ടോപ്പ് വേണ്ട, മൊബൈൽ ഫോൺ മാത്രം വെച്ചുകൊണ്ട് കോഡ് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. കമ്പോണൻസ് ഒന്നുമില്ല, ആർഡിനോ വാങ്ങണ്ട, മൈക്രോ കൺട്രോൾ ബോർഡുകളൊന്നും വാങ്ങണ്ട, വാങ്ങാതെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാം, പ്രൊമോഷൻ എന്നല്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോൺ വെച്ചാണ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു സീരീസ് ആയിട്ട് ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ പറഞ്ഞുതരാം. നമ്മളൊരു ഫ്രീ ഇലക്ട്രോണിക് സീരീസ് ആയിട്ട് പോവുകയാണ്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി ആസ് എ ബിഗിനറിനെ നോക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കൊരു പെയ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്താ പറയുക, ഒത്തിരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ സെഷൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഒത്തിരി നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്ന ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആർക്കാണോ അവർക്ക് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലോട്ട് ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ്, അവർ അതിലോട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്ന ആരാണ് അതിനുള്ള സെലക്ട് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് ഇടുക. ആ കമൻറ്റിൽ കൂടുതൽ ലൈക്ക് ആരോ കിട്ടുന്നത് അവർക്ക് എന്ത് ചെയ്യും, ആ കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ നേരെ ഗൂഗിളിലോട്ട് വരിക. ഗൂഗിൾ വന്ന് മൊബൈൽ ഫോണിലാണെങ്കിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ നേരെ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഗൂഗിൾ ക്രോം ഫസ്റ്റ് നിന്ന് എടുക്കാം. നേരെ ഗൂഗിളിലോട്ട് വന്നു. ഞാൻ എന്ത് ചെയ്യുക, വോക്ക്വി പ്ലാറ്റ്ഫോമിൻ്റെ പേരാട്ടോ, wokvi.com എന്നാണ്. നേരെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടും. എല്ലാവർക്കും ആക്സസ് ആണ്, ഇത് എനിക്ക് മാത്രമേ കിട്ടും അങ്ങനെയൊന്നുമില്ല. നേരെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ആർഡിനോ യൂനോ ഉണ്ട്, മെഗ ഉണ്ട്, നാനോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വിർച്വലായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ് വിർച്വലായിട്ട് ചെയ്യാന്ന് പറഞ്ഞുതരാം. കമ്പോണൻസ് കയ്യിലില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ആർഡിനോ പ്രൊജക്റ്റ് ചെയ്യാം, മൊബൈൽ കൺട്രോൾ കാറല്ല, നമുക്ക് എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നോക്കണം ആർഡിനോ വെച്ച് കണ്ട്. അപ്പോൾ കയ്യിൽ ആർഡിനോ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു സംശയമാണ്. അവർക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഒത്തിരി പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്, ഞാൻ അതിലോട്ടൊക്കെ വരാം. നമുക്ക് ആദ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആർഡിനോൻ്റെ സീരീസ് ആർഡിനോ ആയിട്ട് കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളത്. അപ്പോൾ ആർഡിനോട്ട് വരാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആർഡിനോൻ്റെ ഇതിലോട്ട് വരും. അപ്പോൾ ഇത് കണ്ടോ, ഒത്തിരി പ്രോജക്ട്സ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർഡിനോ യൂനോ ബോർഡ് ഉണ്ട്, ആർഡിനോ മെഗ ഉണ്ട്, ആർഡിനോ നാനോ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിലോട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, വളരെ സ്ക്രാച്ച് ആസ് എ ബിഗിനർ ലെവൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കമ്പോണൻസും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആർഡിനോ യൂനോ നമുക്ക് ക്ലിക്ക് ചെയ്യാം. കാരണം നമ്മൾ ആർഡിനോ യൂനോനെ കുറിച്ചുള്ള ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കവർ ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കോഡ് ചെയ്യാനുള്ളൊരു സംഭവം, ഇതൊക്കെ മൊബൈൽ ഫോണും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറെ വലിയ കാര്യം. മൊബൈൽ ഫോണും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സംഭവം കിട്ടി. ഇവിടെ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒത്തിരി കമ്പോണൻസ് ഇവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, LED വേണമെന്നുണ്ടെങ്കിൽ എന്താ LED ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് LED ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ LED ബൾബ് വന്നു. അപ്പോൾ ഇത് ഇവിടെ കിട്ടി. ഇനി വേറെ കാര്യം, ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ആർഡിനോ യൂനോ ഉള്ളത്, അപ്പോൾ ആർഡിനോ എന്താ പറയുക നാനോ ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ആർഡിനോ നാനോ ബോർഡ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് മാറ്റിക്കാണ്ട് ഇവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ആർഡിനോ നാനോ ബോർഡാണിത്. അപ്പോൾ ഈ നാനോ ബോർഡ് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാൻ പറ്റും, എന്നിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ എവിടെ കോഡ് ചെയ്യും, ഇതാവും കോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ കോഡിങ്ങിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കൂടെ കുറച്ച് നേരം വരും, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഏറ്റവും ടോപ്പിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം നമ്മുടെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീഡിയോസ് കണ്ട് പോകുക എന്നുള്ളതല്ല. വീഡിയോസ് കാണുന്നു, അതിനെ ജസ്റ്റ് കാണുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി കമൻറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കും അവരൊക്കെ കാണുന്നുണ്ട്, ഒരു അപ്ലോഡ് ചെയ്യാറുണ്ടോ. അപ്പോൾ നമ്മളെ കൂടെ നിങ്ങൾ കുറച്ചുകൂടെ ഉണ്ടെന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഒത്തിരി കമ്പോണൻസ് ഇവിടെ വാങ്ങാനുണ്ട്, കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കണക്ഷൻ ചെയ്യണതാ നേരെ വന്നുകൊണ്ട് നേരെ ആർഡിനോ കണക്ട് ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രോജക്റ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇനി കോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇവിടെ നേരെ കോഡ് ചെയ്യാം. ഇവിടെ വേർഡ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കോഡിങ്ങിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങൾ ഈ സീരീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആസ് എ ബിഗിനറിന് നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലോട്ട് എത്താൻ പറ്റും. അതിനുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിലേക്ക് കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കമ്പോണൻസ് വെച്ചാണ് ഇവിടെ കോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോഡ് ചെയ്ത് ഇങ്ങനെ വരുന്നില്ല, കാരണം നമ്മളിപ്പോൾ കോഡിംഗ് ഒന്നും കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി കോഡ് ചെയ്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ എന്താ പറയുക, ഒരു പ്രോജക്റ്റ് ഞാൻ എടുത്തു. ഇവിടെ കണ്ടോ പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യും, ഓൾറെഡി ആൾക്കാർ കോഡ് ചെയ്താണ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കുറേ ആൾക്കാർ വന്നുകൊണ്ട് കോഡ് ചെയ്തുകൊണ്ട് നമ്മളെ പോലുള്ള ബിഗിനേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോഡൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, ഒരു സമയത്തുമ്പോൾ നമുക്ക് ഇതേപോലെ കോഡ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് കോഡൊന്ന് സ്റ്റാർട്ട് സിമുലേഷനിൽ കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് നമ്മൾ കണ്ടോ ഇവിടെ വെൽക്കം എന്ന് കഴിച്ചു, ആർഡിനോ സേഫ് 0v01 എന്നൊക്കെ പറഞ്ഞൊരു സംഭവം. അപ്പോൾ നമുക്ക് ഇതിലൂടെ നെറ്റ് ലോക്ക് എന്ന് പറയുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട്ടിലോട്ട് കയറിയ സമയത്തോടെ ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കീ ഇതുണ്ട്, ഇവിടെ ലോക്ക് അടിച്ച് നമ്പർ അടിച്ചാൽ മാത്രമേ ലോക്ക് തുറക്കുള്ളൂ, അങ്ങനെയുള്ള സംഭവമാണിത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും ഇതിന്. എൻ്റർ ന്യൂ കോഡ്, നമ്മളോട് കോഡ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പുതിയ കോഡ് ഇതിന് സെറ്റ് ചെയ്യാണ്, 2580. ഓക്കെ, കോഡ് അടിക്കുകയാണ് 2580. നമുക്ക് ഒരു കോഡ് സെറ്റ് ചെയ്തു. അപ്പോൾ എന്താ ലോക്ക് തുറഞ്ഞ് ഒന്നുകൂടെ കാണിച്ചില്ല, ഇത് ക്ലോസ് ചെയ്യാനും തന്നെ ആയിരിക്കും 2580. അൺലോക്ക് ആയിട്ടുണ്ട് കണ്ടോ, അൺലോക്കായി. അതായത് നമ്പർ അടിച്ച് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനും പറ്റും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ആ പ്രോജക്റ്റിൽ വരുന്നത്. പിന്നെ അതേപോലെ എന്താ ഒത്തിരി കാര്യങ്ങൾ ഇതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ജസ്റ്റ് ചുമ്മാ വീഡിയോസ് കണ്ടു പോകുന്ന ഒരു പരിപാടി പഠിക്കാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഒത്തിരി കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന പരിപാടി നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ വേറെ പ്രോജക്റ്റ് ഇതാണ്. ഇതിൽ ഒത്തിരി സർവോ മോട്ടർ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്ത് ആർഡിനോ മെഗാ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഡാൻസിങ് ആണ് ഇവിടെ കളിക്കുന്നത്. സർവോ മോട്ടർ വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യണം. ഓരോ സർവോ മോട്ടറും ഡിഫറെൻറ്റ് ആംഗിളിലോട്ട് പോവുകയാണ്. കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര 180 ഡിഗ്രിയിലോട്ട് പോകുന്നുണ്ട്, പിന്നെ ഡിലേ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്താണ് കോഡ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കേട്ടോ, സർവോ മോട്ടർ ഡാൻസ് ചെയ്യുന്നുണ്ടോ, ഡാൻസ് ചെയ്യുമ്പോൾ ആ കോഡ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സർവോ മോട്ടർ ആ രീതിയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവോ മോട്ടർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഡാൻസ് കളിക്കുന്നുണ്ടോ, എല്ലാം ഒരേ ഇതിലോട്ട് വരികയാണ്. അപ്പോഴാണ് നമുക്ക് നമ്മളെ ഓണപ്പൂക്കൾ ഇട്ട പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോജക്റ്റ്. പിന്നെ മൂന്നാമത്തെ എന്താ, ഞാനോ പോങ് മറ്റൊരു ഇതുണ്ടല്ലോ ഗെയിം, ഇത് നിങ്ങൾ കണ്ടിട്ടോ, ഞാൻ കാണിച്ചുതരാം. അതായത് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാലേ ഗോൾഡോ ഗെയിം അറിയില്ലേ, അതായത് നമ്മളിങ്ങനെ ആട്ടി കൊടുക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളോട് സൂം ചെയ്തൊക്കെ വെച്ച് ഇതിങ്ങനെ താഴത്തോട്ട് കൊണ്ടുവരിക. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, റിയലായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഇതിൽ തന്നെ എന്താ പറയുക, ആദ്യം ആർഡിനോ നാനോ എടുക്കുക, എന്നിട്ട് ബസർ വെക്കുക, റെസിസ്റ്റർ വെക്കുക, ബട്ടൺ വെക്കുക, ഡിസ്പ്ലേ വെക്കുക. ഇതൊക്കെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പോണൻസ് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോൺ മാത്രമേ പ്രശ്നമില്ല, ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയായിരുന്നു മറ്റു കാര്യം. ലേറ്റസ്റ്റ് പ്രോജക്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി നമ്മൾ ഇതായിരുന്നു ഉദ്ദേശിച്ച്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല, കാരണം ബിഗിനർ ലെവലിൽ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ നമ്മളെ കൂടെ കൂടിയാലേ ഒരു കാര്യം ഉറപ്പ് തരാം. ഈ സീരീസ് ഒക്കെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഏകദേശം 1 lakhന് മുകളിൽ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. 100, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം ഒക്കെ പ്രൊജക്ട്സ് ചെയ്ത് കണ്ടോ. ഒത്തിരി പ്രൊജക്ട്സ് ആളുകൾ ചെയ്തിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം നമ്മുടെ കൂടെ ഒക്കെ ഒന്ന് വീഡിയോസ് കണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് ഒരു ടോപ്പിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചാനലിലൂടെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂസീവ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നെക്കാളും ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല, ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്തുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇപ്പോൾ ഇനീഷ്യലി പെയ്ഡ് ആയിട്ടാണ് പോകുന്നത്, പെയ്ഡ് സ്റ്റുഡൻസിനാണ് അതിലോട്ട് ആക്സസ് ഉള്ളത്. ബട്ട് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ലൊരു കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് അത്യാവശ്യം നല്ല ലൈക്ക് കാര്യങ്ങളായിട്ട് വന്നിട്ട്, ലൈക്ക് ഏത് കമൻറ്റിനാണോ കൂടുതൽ വരുന്നത് അവർക്ക് എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ആക്സസ് ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോയിൽ നിന്നാണ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ 10ാമത്തെ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. പിന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. വെറുതെ കണ്ടിട്ട് ഞാനും അങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യും, വെറുതെ കണ്ടാണ് പോകുന്നുള്ളതല്ല, ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ താങ്ക് യു, ഇത്രയും നേരം എന്നെ സഹിച്ചു നിന്നതിൽ. ഓക്കെ, എനിവേ താങ്ക് യു, ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.